ഇംഗ്ലീഷ് പോലെയുള്ള എക്സാമിൽ അവസാനത്തെ 5-10 മിനിറ്റ് നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇങ്ങനെ ഇരുന്ന് എഴുതുക മിസ് ഒരു മിനിറ്റ് എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ സൂക്ഷിക്കുക. നിങ്ങൾക്ക് വേണ്ടി ടൈം മാനേജ്മെൻറ്റ് വീഡിയോ ഞാൻ ചെയ്യുകയാണ്. എല്ലാവരും കണ്ടിട്ട് പോകണം. വളരെ സിമ്പിൾ വീഡിയോ. എത്ര ടൈം എവിടെ ഉപയോഗിക്കണം, എങ്ങനെയാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാനുള്ള സമയം കിട്ടുക, ഓവർ എഴുതി സമയം കളയാതിരിക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം മക്കളെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിൻ്റെ പോയിൻറ്റ്സിന് ലൈവ് കഴിഞ്ഞു ഇന്നലെ. ഇന്ന് നിങ്ങൾക്ക് റൈറ്റിംഗ് സെക്ഷൻ്റെ ലൈവ് ഉണ്ട്, അത് കാണാൻ മറക്കരുത്. ആൻഡ് നാളെ നിങ്ങൾക്ക് ഗ്രാമറിൻ്റെ രാവിലെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാകും, മറക്കരുത്. ഓക്കെ, പിന്നെ കുറേ വീഡിയോ വന്നിട്ടുണ്ട്, എത്ര എഴുതണം, വേർഡ്സ് ലൈൻസ് എഴുതണം എന്നുള്ള വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്, പോയി കാണാം. എല്ലാ പ്രഡിക്ഷൻസും വന്നിട്ടുണ്ട്, പോയി നോക്കുക. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഉണ്ടാവും. എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട. നിങ്ങൾക്ക് ചിലപ്പം ആൻസർ 4 out of 3 അല്ലേ, 4-5 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 3 മതി എന്ന് പറഞ്ഞാൽ 3 മതി. അത് 4 ചെയ്തത് വെറുതെ മാർക്ക് കൊടുക്കുക. ടീച്ചറിന് മാർക്ക് കൊടുക്കാൻ പറ്റുന്നത് ആകെ 3 അപ്പോൾ നിങ്ങൾ 4 കൂടി ചെയ്താൽ ടീച്ചറിന് അവിടെ കൺഫ്യൂഷൻ ഉണ്ട്, ആർക്ക് ഏതിന് കൊടുക്കണം. ഡയറി എഴുതി, ലെറ്റർ എഴുതി, ഇനി ആ ടീച്ചറിന് പണി ഉണ്ടാക്കാനല്ലല്ലോ ബെറ്റർ. നിങ്ങൾ ചെയ്യുന്ന കാര്യം നന്നായിട്ട് ചെയ്യുക. അപ്പോൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട എന്നാണ് അഭിപ്രായം. സമയമില്ലെങ്കിൽ സമയമൊക്കെ കഴിഞ്ഞ് ചെക്കിങ്ങും സ്പെല്ലിങ്ങും ഗ്രാമറും ഫോർമാറ്റും ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സമയം വേണം എഴുതിക്കോ, എനിക്ക് വിഷയമില്ല, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ സിമ്പിളാണ്. 80 മാർക്കാണ് മാക്സിമം മേടിക്കുക 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 150 മിനിറ്റും 80 മാർക്കും. മക്കളെ സിമ്പിൾ മാത്തമാറ്റിക്സ് ചെയ്താൽ 2 സൈഡിലും 80 വെച്ച് ഡിവൈഡ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 1 മാർക്ക് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എത്രയാണ്, 1.875 മിനിറ്റ്സ്. ഓക്കെ, നമുക്ക് 1.875 മിനിറ്റ്സ് കണക്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്കൊരു 1.5 മിനിറ്റ് എന്ന് കൂട്ടാം, സേഫ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഒരു മാർക്ക് എന്ന് വെച്ചാൽ 1 മാർക്കിൻ്റെ സംഭവം നമുക്ക് 1.5 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇത് എക്സ്ട്രാ ചെക്കിങ് കുറേ സമയം എക്സ്ട്രാ ഉണ്ടായാലും പക്ഷേ 1.5 മിനിറ്റിൽ മാക്സിമം തീർക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷനിൽ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ, 5 മാർക്ക് ടോട്ടൽ ഉണ്ട്. അപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ പാരഗ്രാഫ് അത് എത്ര മിനിറ്റിൽ തീർക്കണം? നിങ്ങൾ വായിച്ച് ആൻസർ എഴുതി കഴിയേണ്ടത് 5 മാർക്കിനാകുമ്പോൾ 7 മിനിറ്റ്. അപ്പോൾ ആദ്യത്തെ 7 മിനിറ്റിൽ നിങ്ങൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ നിങ്ങൾ കൂളിംഗ് ഓഫ് ടൈം ഉണ്ടെങ്കിൽ അതിൽ വായിച്ചങ്ങ് തീർക്കുക. ഓക്കെ, അതേപോലെ പോയം നിങ്ങൾക്ക് കുറേ വായിക്കേണ്ട ആവശ്യം വരില്ല, കാരണം നിങ്ങൾക്കറിയാം കുറച്ചേ ഉള്ളൂ പോയം, നിങ്ങൾക്കറിയാം എന്ത് പോയറ്റിക് ഡിവൈസ് ഉപയോഗിച്ചെന്ന്. വീണ്ടും 7 മിനിറ്റ് തീർക്കണം. അപ്രീസിയേഷൻ നിങ്ങൾ എഴുതണം. 5 മാർക്കിന് ഓരോരോ ലൈൻ എഴുതുന്നതും ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് 5 മിനിറ്റ് എടുക്കുള്ളൂ. പക്ഷേ നിങ്ങൾ അപ്രീസിയേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം കുറച്ച് സമയം എടുക്കും അല്ലേ, ആ സമയം എടുക്കുന്നത് നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യണം. അപ്പം ആ 8 മിനിറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 8-10 മിനിറ്റ് എടുക്കും. എഴുതുക എന്ന് പറയുമ്പോൾ കുറേ സമയം എടുക്കും, കുറേ എഴുതണ്ടേ. ഓക്കെ, അപ്പോൾ ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ പെട്ടെന്ന് തീർക്കുക. ഓക്കെ, പോയം അപ്രീസിയേഷൻ അല്ലാണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീർക്കുക. കാരണം അവിടെ നിങ്ങൾ ഒരു മാർക്കിൽ 1 മിനിറ്റ് പോലും ഉപയോഗിക്കാതെ മാക്സിമം പെട്ടെന്ന് തീർക്കാൻ നോക്കുക. ഈ റൈറ്റിങ്ങിൽ വരുന്ന ഇവരൊക്കെ റൈറ്റപ്പ്, നോട്ടീസ്, ഡയറി ഒക്കെ പെട്ടെന്ന് കുറേ സമയം എടുക്കും. പിന്നെ നിങ്ങൾക്ക് സമയം കുറവാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഡയറി എന്ന് പറഞ്ഞാൽ മൊത്തം നിങ്ങൾ എഴുതി ഉണ്ടാക്കണം. നോട്ടീസോ ലെറ്റർ റൈറ്റ് മനസ്സിലാക്കേണ്ടത്, നോട്ടീസും ലെറ്റർ ഒക്കെ എഴുതുന്നത് എന്താണ് ഒരു ഗുണമുള്ള കാര്യം, നിങ്ങൾ കുറേ സ്പേസ് വിട്ടിട്ട് കണ്ടന്റ് കുറച്ചുള്ളൂ അല്ലേ. ഫ്രം അഡ്രസ് എഴുതുക, ഡേറ്റ് എഴുതുക, 2 അഡ്രസ് കണ്ടാൽ വലിയ സംഭവം പോലെ തോന്നും, പക്ഷേ നിങ്ങൾ കുറച്ച് എഴുതിയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, നോട്ടീസിലും അങ്ങനെയാണ്, അതേപോലെ തന്നെ ലെറ്റർ ടു ദി എഡിറ്ററും അങ്ങനെയാണ്. ഓക്കെ, പ്രൊഫൈല് അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട അങ്ങനെ കുറച്ച് സ്മാർട്ടായിട്ട് ആലോചിക്കും. ഓക്കെ, എനിക്ക് സമയമില്ലെങ്കിൽ ഞാൻ ക്യാരക്ടർ സ്കെച്ചിന് പകരം ലെറ്റർ എഴുതും. ഓക്കെ, ഡയറി എൻട്രിക്ക് പകരം ഞാൻ നോട്ടീസ് എഴുതും. ഓക്കെ, ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അങ്ങനത്തെ ഒരു ടിപ്പും കൂടി ഓർക്കാം. അപ്പോൾ നിങ്ങൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ 7 മിനിറ്റും, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 6 നിങ്ങൾ ആലോചിച്ചാൽ 6 × 1.5 എത്രയാണ്? 9 മിനിറ്റ്സ് ഏകദേശം. 7 മാർക്ക് 7 × 1.5 എത്രയാണ്? 7 + അപ്പോൾ 11.5 അല്ലെ 11-12 മിനിറ്റ്സ് ഒക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ടൈം. ഇനി മനസ്സിലാക്കേണ്ടത് ഇത് മാക്സിമം ഉപയോഗിക്കേണ്ട ടൈമാണ്. പിന്നെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്കറിയാലോ ഓപ്ഷൻസ് ഉണ്ടെന്ന്. ഇവിടെ നോക്കിയാൽ 5 ക്വസ്റ്റ്യനിൽ 3 മതി, 3 ക്വസ്റ്റ്യനിൽ 2 മതി. അത് വിടാൻ മറക്കരുത്. ഓക്കെ, അത് വിടാൻ മറക്കരുത്. ആൻഡ് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുക, എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് അവസാനത്തെ 5 മിനിറ്റ് പേപ്പർ എടുക്കരുതെന്ന് പറഞ്ഞ് ടീച്ചറുമായിട്ട് തല്ലായിരിക്കും. ഓക്കെ, സമാധാനത്തോടെ എഴുതുക. നിങ്ങൾ ഗ്രാമറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ മറക്കരുത്, അവസാനതയുണ്ട്. ഓക്കെ, പിന്നെ ആ ക്വസ്റ്റ്യനൊക്കെ മൊത്തം ഒന്ന് വായിച്ച് നോക്കുക, അതോടെ കഴിഞ്ഞു. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. പിന്നെ മക്കളെ +1 അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ +1 സയൻസോ കൊമേഴ്സോ നീറ്റോ ചെയ്യോ എല്ലാ ബാച്ചിനുള്ള അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ആദ്യത്തെ 1000 സ്റ്റുഡൻസിന് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ മറക്കരുത്, വൈകുന്നേരം ലൈവ് ഉണ്ട്, എല്ലാവരും വരിക.